1984-85 കാലഘട്ടം. ഒരു വില്ലനായി തുടങ്ങിയ വെള്ളിത്തിരയിൽ നായകനായി കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് കാലുറപ്പിച്ച ഒരു കാലമാണ്. ശ്രീകൃഷ്ണ പരുന്ത്, അണിയാത്ത ബന്ധങ്ങൾ, 1 മുതൽ 0 വരെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ആ കാലത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ എന്നൊരു സ്ഥലമുണ്ട്. രാജാജി നഗർ നിവാസിയായ ഒരു വിജയൻ, മിസ്റ്റർ വിജയൻ, ഒരു ഫോട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാരൊന്നും നമ്മളോടൊന്നുമില്ല. പിന്നെ CITVയിലെ സുനിൽ തുടങ്ങി കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നു. അതുപോലെ അന്ന് തിരുവനന്തപുരത്തെ ചാലായി, ഫോർട്ട്, ആറ്റുകാൽ, തമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകൾ, യൂണിറ്റുകൾ തുടങ്ങുന്നു. ചുറ്റും പടരുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ വലുതും തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനല്ല വേണ്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബർ 2 ചാക്ക കെയർഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായിരുന്നു. ഞാൻ ചാക്ക എന്ന് വിളിക്കുന്നത്. എൻ്റെ സഹോദര തുല്യനായ ചാക്കയുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ വർഷങ്ങളായി തുടരുന്ന ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമാ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണ് സ്നേഹം. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്വമാക്കി ഞാൻ കാണുന്നു. ഇത് കേരളത്തിലെ 14 ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും എനിക്ക് നൽകുന്നു. കേവലം ആരാധനയും ആർപ്പവിളികളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തണലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടാണ്. ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനം പറയുന്ന കാര്യമാണ്. അർഹരായ ഒട്ടനവധി സഹോദരങ്ങൾക്ക് വീട് വെച്ച് നൽകി, നിർധനരായ ഒട്ടനവധി പേർക്ക് ചികിത്സാ സഹായം നൽകി, കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു, എൻ്റെ എല്ലാ ജന്മാന്തരത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു, രക്തദാനം ചെയ്തു, അക്ഷരങ്ങൾക്ക് സഹായവുമായി ഉപേക്ഷിച്ചു. സമൂഹത്തിന് മാതൃകയാകുന്ന ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടായ്മയായി ഈ അസോസിയേഷൻ മാറിയിരിക്കുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. വളരെ സന്തോഷം.